അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? സീരിയൽ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളും. അപ്പം ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ കൈലാസ് കാണാതായിരിക്കുകയാണല്ലോ. പക്ഷേ ശരിക്കും കൈലാസ് രാമനാഥനെ കണ്ട് കുറച്ച് എന്താ പറയുക, രാമനാഥൻ്റെ അടുത്ത് നൈസായി നിന്ന് രാമനാഥൻ്റെ കൂടെയാണ് ശരിക്കും വീട്ടിലേക്ക് വരുന്നത്. അതൊക്കെ ഈ കൈലാസിൻ്റെ ട്രിക്കുകളാണ്. അതൊന്നും രാമനാഥന് ശരിക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മുടെ രാമനാഥൻ്റെ അടുത്ത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇഷിതയോട് ചെയ്തതിൽ സങ്കടമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞങ്ങ് ബലിപ്പിക്കുകയാണ്. പാവമായി അഭിനയിക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ മഹേഷ് പുറത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മോഹനവല്ലിയും സ്വപ്നവല്ലിയും നമ്മുടെ മഞ്ജിമയും കൂടെ ഇഷിതയിട്ടങ്ങ് പൊരിക്കുകയാണ്. ഇഷിതയെ നന്നായി പറയണം, നീ കാരണമാണ് എൻ്റെ ഭർത്താവിനെ കാണാതായി, നീ എൻ്റെ ഭർത്താവിനെ കൊന്നോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇഷിതയെ തള്ളിയിടുന്ന സമയത്ത് നമ്മുടെ പുതിയ രൂപത്തിലും ഭാവത്തിലും കൈലാസ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് കൈലാസിൻ്റെ കാൽക്കലേക്കാണ് നമ്മുടെ ഇഷിത വീഴുന്നത്. അപ്പോൾ ഇഷിത ഇങ്ങനെ നോക്കുമ്പോൾ കൈലാസേട്ട എന്നിങ്ങനെ പറയുമ്പോഴത്തേനും തന്നെ കുറച്ച് ഭസ്മം വാരി ഇഷിതയുടെ തലയിലേക്ക് നമ്മുടെ കൈലാസ് അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും നോക്കുന്നു. അപ്പോൾ നമ്മുടെ മഞ്ജിമ പറയുന്നത്, അയ്യോ കൈലാസേട്ടൻ വന്നു. അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലി പറയുന്നത്, രാമനും വന്നു, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ രാമനാഥൻ പറയാണ്, കൈലാസിനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാണ്, അവിടെ രാമേശ്വരത്ത് വന്നിരുന്നു, അങ്ങനെ ഇങ്ങോട്ടേക്ക് ഓടി, ഇപ്പം അവൻ ഭക്തിമാർഗത്തിലാണെന്നൊക്കെ പറയുന്നു. കാവടയൊക്കെ തൂക്കിയാണ് നമ്മുടെ കൈലാസ് വന്നിരിക്കുന്നത്. കൈലാസിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്തായാലും മാറത്തില്ലെന്ന് നമുക്കറിയാമല്ലോ. ഇതൊക്കെ അഭിനയമാണെന്ന് നമ്മുടെ ഇഷിതയ്ക്കും മഹേഷിനും മനസ്സിലായി. ഇഷിതയ്ക്കും മഹേഷിനാണ് ചിരിയാണ് വരുന്നത് ഇവൻ്റെ ഓരോ ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ മഞ്ജിമ പിന്നെയും പുറകെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ രാമനാഥൻ പറയും, അവൻ പോയി ഫ്രഷ് ആകട്ടെ, നീ ഫുഡ് എടുത്ത് വയ്ക്കാനൊക്കെ പറയാം. അങ്ങനെ കൈലാസ് റൂമിൻ്റെ അകത്തേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് നമ്മുടെ മഞ്ജിമയാണെങ്കിൽ സ്വപ്നവല്ലിയോട് പറയും, പിന്നെ നമ്മുടെ കൈലാസിന് ഇഷ്ടമുള്ള ചിക്കൻ ഫ്രൈയും അങ്ങനെ നോൺ വെജ് ഐറ്റമൊക്കെ ഉണ്ടാക്കാൻ പറയുകയാണ്. അങ്ങനെ അതെല്ലാം റെഡിയാക്കുന്ന സമയത്ത് കൈലാസിനെ പോയി നമ്മുടെ മഞ്ജിമ വിളിക്കുകയാണ്, അപ്പോൾ കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പം മഞ്ജിമയോട് പറയുന്നുണ്ട്, മഞ്ജിമ ഇങ്ങനെ തൊടുകയൊക്കെ ചെയ്യുന്നു. അപ്പം കൈലാസ് പറയുന്നത്, എന്നെ സ്ത്രീകളാരും തൊടാൻ പാടില്ല എന്നുള്ള കാര്യം. ഇപ്പം നമ്മുടെ മഞ്ജിമ പറയും, എന്താ കൈലാസേട്ടാ ഇത് പറയുന്നത് എന്ന് പറയാം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതെന്താ ഒരു സ്മെല്ല് എന്ന് ചോദിക്കുക. അപ്പം മഞ്ജിമ പറയും, ഇത് കൈലാസിൻ്റെ ഇഷ്ടമുള്ള ഫുഡുകളാണ്. അപ്പം പറയും, എനിക്ക് നോൺ വെജ് വേണ്ട, വെജ് മതി, നല്ല പച്ചക്കറിയും പാലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മതി എന്ന് പറയാം. അപ്പം മഞ്ജിമ ചോദിക്കും, എന്താ കൈലാസേട്ടാ പറ്റിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ രാമനാഥൻ പറയും, സാരമില്ല, അവനിപ്പം ഭക്തിമാർഗത്തിലാണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയാകും എന്ന് പറയും. അപ്പം മഞ്ജിമയോട് പറയും, ഇനി ഒന്നും പറയാനും പിടിക്കാനൊന്നും പോകണ്ടെന്ന് പറയും. അവന് ഇഷിതയോട് ചെയ്തതിൽ കുറ്റബോധമുണ്ടെന്ന് പറയും. അപ്പം നമ്മുടെ മഞ്ജിമ പറയും, അതിന് ഇഷിതയോട് എൻ്റെ കൈലാസേട്ടനല്ലല്ലോ തെറ്റ് ചെയ്തതെന്നൊക്കെ പറയും. അപ്പം രാമനാഥൻ പറയും, എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും സംസാരിക്കേണ്ട, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലോ, ഇതൊക്കെ നമുക്കിനി പിന്നീട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കൈലാസ് റൂമിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മഞ്ജിമ ഒരു ചായ ആയിട്ട് പോവുകയാണ്. ചായ കൊടുക്കുന്ന സമയത്ത് കൈലാസ് പറയും, ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ തന്നേക്കാൻ പറയും. അങ്ങനെ ചായ കുടിക്കുന്നു. അങ്ങനെ മഞ്ജിമ ഇങ്ങനെ കൈ തൊടുമ്പം അവൻ കൈയൊക്കെ തട്ട് മാറ്റും. അപ്പോൾ കൈലാസ് പറയും, എനിക്കിനി പെണ്ണുങ്ങളെ അടുത്ത് വരാൻ പറ്റില്ല, എന്നെ തൊടാൻ പാടില്ല, ഇവിടെ ആണുങ്ങളായിട്ട് ആരൊക്കെയുണ്ട്, അച്ഛനും മഹേഷും ഉണ്ട്, അപ്പോൾ അവരെനിക്ക് ഫുഡ് തന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ മഞ്ജിമ പറയും, എന്നാൽ കൈലാസേട്ടൻ എന്ത് പറ്റി, നമുക്ക് ഡോക്ടറെ കാണാൻ പോകാമെന്നൊക്കെ പറയാം. അപ്പം കൈലാസ് പറയും, അത് എന്നെയല്ല കാണിക്കേണ്ടത്, നിന്നെയാണെന്ന് പറയും. അപ്പോൾ മഞ്ജിമ പറയും, കൈലാസേട്ടൻ ഇല്ലാതിട്ട് ഞാൻ മരിക്കാൻ വേണ്ടി പോയി, അങ്ങനെ എല്ലാം പറയും. പക്ഷെ കൈലാസ് അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ഭക്തിമാർഗത്തിൽ അങ്ങ് നടക്കുകയാണ്. അങ്ങനെ കട്ടിലിൽ തെറി തുള്ളുകയും ഓവറായിട്ട് അങ്ങ് ആക്ട് ചെയ്യുകയാണ്. ഇതേസമയം മഹേഷും ഇഷിതയും പറയുന്നുണ്ട്, ഇതിലെന്തോ ചതിയുണ്ട്, കാരണം നമ്മൾ നോക്കിയിരിക്കണം, ഇത് എന്തോ പണിയുമായിട്ടാണ് കൈലാസ് വന്നിരിക്കുന്നതെന്ന് മഹേഷിനോട് പറയുന്നു. അപ്പം മഹേഷും പറയുന്നു, അതും എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ അനുഗ്രഹ നമ്മുടെ ആകാശമായിട്ട് ഇങ്ങനെ അടുക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ അടുക്കുന്ന വേറെ ഒന്നുമില്ല, അപ്പോൾ ആകാശ് അവളെ സമർത്ഥിക്കുകയാണ്, നമ്മുടെ സുചിത്രയും വിനോദുമായിട്ട് തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് പോകുന്നത്. അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.